എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്, അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾക്ക് വരുന്ന ഒരു അപകടം പിടിച്ചൊരു കാര്യമാണ് ഉജ്ബ് എന്നുള്ളത്, സ്വന്തത്തിൽ അത്ഭുതം കൂറുക എന്നുള്ളത്. അള്ളാഹുൽ വിശ്വസിച്ച് അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, രാത്രി നിസ്കരിക്കുന്ന, സ്വതക്ക കൊടുക്കുന്ന, സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആളുകൾക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ഉജ്ബ് എന്ന് പറയും. ഉജ്ബ് എന്ന് പറഞ്ഞാൽ പാപത്തിനേക്കാൾ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ലൗ ലം തകൂനു തുദ്നിബൂൻ ലഖിഫ്തു അലൈക്കും അക്ബർ മിൻ ദാലിക്, അല്ലെങ്കിൽ അശദ്ദു മിൻ ദാലിക്, അക്ബർ മിൻ ദാലിക് അല്ലെങ്കിൽ അഅ്ളം മിൻ ദാലിക് എന്നുള്ള അർത്ഥത്തിൽ. അതായത് നിങ്ങൾ പാപം ചെയ്യുന്നില്ല എങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യം ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉജ്ബ്, ഉജ്ബാണത്. ഞാൻ നല്ല ആളാണ്, ഞാൻ കുഴപ്പമില്ലാത്ത ആളാണ്, ഞാനൊക്കെ തികഞ്ഞ ആളാണെന്ന് തോന്നുക. അപ്പൊ അങ്ങനെ തോന്നുന്ന ആളുകൾക്ക് അവർക്ക് ആ തോന്നൽ മാറാൻ വേണ്ടി ചിലപ്പോൾ ഒരു പാപം കാരണമാവും. അവന് പാപം ചെയ്യുമ്പോൾ അവൻ വീണ്ടും എന്താകും? അവന് ഒന്നുമല്ല എന്നുള്ള ബോധത്തിൽ അള്ളാഹുലേക്ക് വീണ്ടും പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള കാരണമാകും. അങ്ങനെയുള്ള തൗബയുടെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്, തൗബയിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു രഹസ്യമാണ് ഇത് എന്ന് ഒരുപാട് തൗബയുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്.